കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ 7 പഞ്ചായത്തിലും സമഗ്ര വികസന പദ്ധതികളുമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് അവതരണ സമ്മേളനത്തിന് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.എ. ഷമീർ അധ്യക്ഷത വഹിച്ചു. 53,85,87,110 രൂപ വരവും 50,51,73,440 രൂപ ചെലവും 3,34,13,670 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോസമ്മ അഗസ്തി അവതരിപ്പിച്ചത്. വകയിരുത്തലുകളുടെ വിശദാംശങ്ങൾ 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിക്ക് 12,97,56,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. വികസന ഫണ്ട് പൊതുവിഭാഗം 5,73,34,000, പട്ടികജാതി ഉപപദ്ധതി 2,45,19,000, പട്ടികവർഗ ഉപപദ്ധതി 34,87,000, ധനകാര്യ കമ്മീഷന്റെ അടിസ്ഥാന ഗ്രാന്റ് 67,94,000, ധനകാര്യ കമ്മീഷന്റെ ഉദ്ദേശ ഗ്രാന്റ് 1,32,69,000, മെയിൻ്റനൻസ് ഗ്രാന്റ് നോൺ റോഡ് 2,43,53,000, ആകെ 12,97,56,000 രൂപ. ഉൽപാദന മേഖലയിൽ കൃഷി, ക്ഷീരമേഖല, കുട്ടികൾക്കും വയോജനങ്ങൾക്കുമുള്ള വിവിധ പദ്ധതികൾക്കായി 1.07 കോടി രൂപയും സേവന മേഖലയിൽ 8.47 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണം ജനറൽ വിഭാഗത്തിന് 1.14 കോടി രൂപയും പട്ടികജാതി വിഭാഗത്തിന് 50 ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിന് 7 ലക്ഷം രൂപ, ആരോഗ്യ മേഖലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിവിധ ആശുപത്രികൾക്ക് 45 ലക്ഷം രൂപ, കുടിവെള്ളം, ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് 1.20 കോടി രൂപയും ബജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. വനിതകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1,75 ലക്ഷം രൂപയും, കലാ, സാംസ്കാരികം, യുവജനക്ഷേമം എന്നിവയ്ക്ക് 20,50,000 രൂപയും, വിവിധ പഞ്ചായത്തുകളുടെ പശ്ചാത്തല മേഖലകളിലെ പദ്ധതികൾക്കായി 2,47 ലക്ഷം രൂപയും, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പദ്ധതികൾക്കായി 2.4 കോടി രൂപയും 34.87 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഫെസ്റ്റ് ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.